വിദ്വാനെന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനാകുമായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെയാണോ എന്ന് സ്വയം ചിന്തിക്കുകയല്ലേ വേണ്ടത്? എന്റെ വരവ് പ്രിയമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കണ്ട, അത് തെറ്റാണ്. നമ്മൾ രണ്ടുപേരാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രിയമത മൂന്നാമതൊരാളാണ്. അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാമല്ലോ. അതിലെന്താണ് വിദ്വേഷം? ഇല്ല ഗുരു, വന്ന നിമിഷം മുതൽ അങ്ങനൊരു തോന്നൽ എനിക്കുണ്ട്. മനസ്സിലൊന്നു വെച്ച് പുറമേക്ക് മറ്റൊന്ന് പറയാൻ ഞാൻ പ്രിയമതയെ പഠിപ്പിച്ചിട്ടില്ല. മനസ്സിൽ തോന്നുന്നതിന് വ്യക്തതയുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് വിട്ടേക്കൂ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. എത്ര കാലമെന്ന് വെച്ചാ അമ്മ ഇങ്ങനെ നോക്കുന്നേ? ഇന്ന് ചാകും നാളെ ചാകുമെന്ന് വിചാരിക്കുമ്പോ ഇവരെടുക്കാൻ കാലിനും വരുന്നില്ലല്ലോ. ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ എവിടേക്കെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടെ നാശത്തിന്? അല്ലെങ്കിൽ ഇനി എന്ത് കാത്ത ഈ കട്ടിൽ ഇങ്ങനെ കിടക്കുന്നത്? അമ്മ എന്താ ഇനി രാജകുമാരിയായിട്ട് മാറാൻ പോവാണോ? ആർത്തി തന്നെ, മറ്റുള്ളവരെ സ്വൈര്യം ഇല്ലാതാക്കി ജീവിക്കാനുള്ള ആർത്തി. നീ ഇങ്ങനെ അമ്മയെ കൊല്ലാതെ കൊല്ലരുതേ. എന്നെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ എന്നെ ഞാൻ കൊന്നേനെ. എന്തു പറഞ്ഞാലും ഒരു കണക്ക് പറച്ചിലുണ്ട്. മകനെ വളർത്തി വലുതാക്കി സമ്പന്നനാക്കി, ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ജീവിക്കാൻ സമ്മതിക്കണ്ടേ ആ തള്ള? സ്വന്തം അസുഖം, അതിനുള്ള മരുന്ന്, അതിനുള്ള വഴിപാട്. അതല്ലാതെ മകനൊരു ജീവിതമുണ്ടോ? അവന്റെ ഭാര്യയ്ക്ക് വല്ല ആഗ്രഹങ്ങളും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ അവരുടെ ചിന്തയില്? അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ, പ്രാർത്ഥന! അപ്പൊ പിന്നെ എല്ലാം തികഞ്ഞല്ലോ. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? അതെ, ഏതെങ്കിലും ദൂരദേശത്ത് ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നടതല്ല നമുക്ക്. വൈജയന്തി എന്താ ഈ പറയുന്നത്? പരമാർത്ഥം. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളുടെ മുന്നിലൊക്കെ എത്രയോ പേരുണ്ടങ്ങനെ. അവരൊക്കെ കൊള്ളാവുന്ന കുടുംബങ്ങളിൽ ജനിച്ചവർ തന്നെയാ. ശല്യം കൂടിയപ്പോ ഇതുപോലെ കൊണ്ടുപോയി കളഞ്ഞതാ. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അധികം വൈകാതെ ഞാനത് ചെയ്യും. എന്തുപറ്റി? എന്തിനാ കരയുന്നത്? ഒന്നുമില്ല തിരുമേനി. അമ്മയുടെ ഈ നടയിൽ എത്തിച്ചേർന്നപ്പോ സന്തോഷം കൊണ്ട് കണ്ണ് നിറയാൻ തുടങ്ങി. പിന്നെ എത്ര ശ്രമിച്ചിട്ടും അതടക്കാൻ പറ്റുന്നില്ല. ഉദാത്തമായ ഭക്തിയുടെ ഏറ്റവും അവസാനം സന്തോഷത്തിന്റെ നെറുകയിലെത്തുമ്പോൾ കണ്ണീരിന്റെ പ്രവാഹം തന്നെയാണ് ഉണ്ടാവുക. പ്രസാദം എടുത്തു വെച്ചിട്ട് ഞാൻ കാത്തു. ആരെയും അങ്ങോട്ട് കണ്ടില്ല. കുട്ടികളെവിടെ? അത് മോന് അത്യാവശ്യമായിട്ടൊന്ന് പോകണമായിരുന്നു. ഇവിടെ അടുത്തൊരു മനയിലൊന്ന് കയറണമായിരുന്നു. കൂടെ നിൽക്കാമെന്ന് അവര് പറഞ്ഞതാ. കുട്ടികളല്ലേ, അവരൊന്നിച്ച് നടക്കട്ടെ എന്ന് കരുതി പൊയ്ക്കോളാൻ ഞാൻ പറഞ്ഞു. ദേശമംഗലത്തിന്റെ അതിർത്തിയില് അവര് കാത്തു നിൽക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോ അവരവിടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് ദേശമംഗലത്തിന്റെ അതിർത്തി വരെ നടക്കാനാവുമോ? ഞാൻ കൂടെ ആരെങ്കിലും വിടണോ? വേണ്ട, എന്നെ ഭഗവതി നടത്തിക്കില്ലേ? എങ്കിലായിക്കോട്ടെ. മക്കളെയും കൂട്ടി ഇടയ്ക്ക് ഇങ്ങോട്ട് വരൂ. ശരി തിരുമേനി. പിന്നെ തിരുമേനി, ഒരു കാര്യം. എന്താ? എന്റെ മോനും മരുമകൾക്കും വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. അവരെന്തെങ്കിലും ചെറിയ തെറ്റുകൾ വരുത്തിയാൽ തന്നെ അവരെ
ശിക്ഷിക്കരുതെന്ന് ദേവിയോട് പറയണം. എന്റെ മക്കളുടെ ജീവിതമല്ലേ എനിക്കിനി പ്രധാനം. ഈ നാട്ടിലേക്ക് അമ്മമാർ ഒഴുകിയെത്തുന്നതൊക്കെ സ്വന്തം മക്കൾക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ആരും അവരവരുടെ കാര്യം പറയാറില്ല. ആ, നമ്മുടെ ജന്മത്തിന്റെ സുഹൃതം അടുത്ത ജന്മത്തിലേക്ക് കൈമാറുമ്പോഴല്ലേ നാം പരിപൂർണരാവുക. എന്നാ ഞാൻ നടന്നോട്ടെ. നിറഞ്ഞ മനസ്സോടെ ആ യാത്ര പോകുന്നത്. എനിക്ക് എന്റെ അമ്മയുണ്ട്, ദേവി ഭഗവതിയുണ്ട്. ദേവി, എന്റെ അമ്മേ, ദേവി. മോനെ സഹദേവാ, എന്തോ? മോൻ എവിടെയാ? ഞാനിവിടെ ഒളിച്ചു നിൽക്കേ അമ്മേ. ഞാൻ കഴിക്കൂല, എനിക്കമ്മ വാരി തന്നാ മതി. വലിയ കുട്ടിയായി, ഇനി തനിയെ വാരി കഴിക്കണം. അമ്മ വാരി തന്നാലേ ഞാൻ നന്നായിട്ട് കഴിക്കൂ. വാരി താ അമ്മേ. കഥ പറഞ്ഞതാ അമ്മേ. മോൻ ഉറങ്ങണ്ടേ? എത്ര കഥയാ ദിവസേന പറഞ്ഞു കൂട്ടുന്നേ? ഇനി കഥയൊന്നുമില്ല. വേണ്ട, അമ്മ എന്നെ പറ്റിക്കാൻ പറയുകയാ. അമ്മയ്ക്ക് ഇനിയും കഥകളൊക്കെ അറിയാം. അമ്മമാർ ദൈവങ്ങളല്ലേ, ദൈവങ്ങളുടെ കയ്യിൽ ഒരുപാട് കഥകൾ ഉണ്ടാവില്ലേ? തമ്പ്രാട്ടി, എന്താ തേടുന്നത്? തമ്പുരാട്ടിയല്ല, പ്രിയംവദ. അങ്ങനെ വിളിച്ചോളൂ. നാക്ക് വഴങ്ങില്ല. കുറച്ച് പൂവാങ്കുരുന്നില വേണം, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ വെച്ചിരിക്കുന്നത് അതല്ല. അല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കാട്ടിൽ കയറി മരുന്ന് പറിച്ചിട്ടൊക്കെ ഉണ്ട്. തമ്പ്രാട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നോക്കിത്തരാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ തമ്പുരാട്ടി വിളി കേൾക്കാൻ. തമ്പുരാട്ടി എന്ന് വിളിക്കണ്ട, വേണമെങ്കിൽ അനുജിത്തി എന്ന് വിളിച്ചോളൂ. അയ്യോ, അത് പാടില്ല. മാറി നിന്നോളൂ, ഞാൻ നോക്കിയെടുത്തു തരാം. നോക്കിയെടുത്തു തരുന്ന സന്തോഷം തന്നെ. അതിനെന്തിനാ ഇങ്ങനെ മാറുന്നത്? ഞാൻ തീണ്ടിയാല് ഒരു കുഴപ്പമില്ല. ഇതിപ്പോ അറിവില്ലാത്തൊരു കാര്യം പറഞ്ഞു തരുന്നതല്ലേ. അറിവില്ലാത്ത കാര്യം പറഞ്ഞു തരുന്ന ആളെ ശരിക്കും ഗുരുവെന്നാ പറയേണ്ടത്. അയ്യോ, എന്തിനാ ഇങ്ങനെ ഗുരു എന്നൊക്കെ പറയുന്നത്? ഞാൻ എടുത്തു തരാം. അല്ല, ഇവിടെ എവിടെയാ താമസം? ഞങ്ങള് കുറച്ച് അപ്പുറത്താ. ആ, ഞാനും കുറച്ച് ദൂരെയാണ്. ഇവിടെ അടുത്തൊരു ഗുരുകുലമുണ്ട്. ഗുരുകുലത്തിലെ ഗുരുവിന്റെ മോളാണോ? അതേലോ. വേദക്കുട്ടി അവിടെയല്ലേ പഠിക്കുന്നത്? ആഹാ, വേദക്കുട്ടി അറിയോ? നല്ലോണം അറിയാം. ആരോടും പറയൊന്നും ചെയ്യരുത്. വേദക്കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വരും. എന്റെ മോളുമായിട്ട് നല്ല കൂട്ടാ. അപ്പോ ഇത് കുഞ്ഞി പെണ്ണിന്റെ അമ്മ മല്ലി. അയ്യോ, എന്നെ മോളേക്ക് അറിയോ? പിന്നല്ലാതെ. ഗുരുകുലത്തിൽ വന്നു കഴിഞ്ഞാ വേദക്കുട്ടിക്ക് ഇപ്പൊ എന്താ പറയാനുള്ളതെന്നറിയോ? നിങ്ങളെ കുറിച്ച് മാത്രമാ. പേടിക്കണ്ട, ഞാനാരോടും പറയുകയൊന്നുമില്ല. വേദക്കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലവരാ അമ്മയും മോളും എന്ന്.
നിത്യേനുള്ള കഥകളൊക്കെ പറയും. വേദക്കുട്ടി കുഞ്ഞിക്കും അമ്മയ്ക്കും ദേശമംഗലത്ത് അമ്മയിലുള്ള വിശ്വാസവും പറയും. ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ? എന്നാലും സാരമില്ല. ഈ നാട്ടിൽ വന്നപ്പോ ആരും ഉണ്ടാവില്ലെന്നാ കരുതിയത്. പക്ഷേ കുറെ നല്ല ആളുകളെ കണ്ടു. ഇപ്പോ തമ്പ്രട്ടിയെ. എനിക്ക് ഈ വാക്ക് കേൾക്കുമ്പോ എന്ത് ദേഷ്യമാണെന്നറിയോ? ധൈര്യമായിട്ട് അനീതിന്ന് വിളിക്കൂ. നമ്മളൊക്കെ ഒരുപോലെയല്ലേ? ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ ഞാനും എന്റെ മോളും ഭാഗ്യം ചെയ്തിട്ടുണ്ടാവും. എല്ലാവരുടെ തലയ്ക്ക് മുകളിലും ഈശ്വരനുണ്ട്. അങ്ങനെ അധികം പരീക്ഷിക്കുകയൊന്നുമില്ല. പോവാൻ കുരുന്നില്ല. ഇനി ഇവിടെ അധികമൊന്നുമില്ല. കുറച്ചപ്പുറത്ത് നിന്നാൽ അല്പം കൂടി പറിച്ചെടുക്കാം. അത്രയും നേരം ചേച്ചിയോട് എനിക്ക് സംസാരിക്കാലോ. എന്നെ ചേച്ചി എന്നാണോ വിളിച്ചത്? അതിനെന്താ, മുതിർന്ന ആളെ അങ്ങനെയല്ലേ വിളിക്കുന്നത്? എന്തു പറഞ്ഞാലും ഞെട്ടുക, അതിന്റെ പുറകെ ഒരു കരച്ചിലും. ഈശ്വരൻ അയത്തം കൽപ്പിച്ചിട്ടില്ല, എനിക്കും അതില്ല. ഇനി എവിടെയാ? അവിടെയാ. എന്നാൽ വാ. വേദക്കുട്ടി കൂടെ കൂടെ പറയുമ്പോ എനിക്കും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു കണ്ടുമുട്ടലുണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. കുഞ്ഞിപ്പെണ്ണെ, ഇതിനു മുമ്പ് ഈ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ ഒരിടത്തും പോയിട്ടില്ല. ദേശമംഗലത്തിന്റെ അതിർത്തി വരെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? ആരും ഇല്ലാത്തപ്പോ ഈ സ്ഥലത്തൊന്നും ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. ഏയ് ഇല്ല, വേദക്കുട്ടി കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പോകൂ. വേദക്കുട്ടിയുടെ കൂടെ നടക്കാൻ എന്ത് രസാ. വേദക്കുട്ടി സംസാരിക്കുന്ന കേൾക്കാനും എനിക്ക് വലിയ ഇഷ്ടാ. ആരോ കിടക്കുകയാണല്ലോ. ഉറങ്ങുകയാണോ? ഇവിടെ കിടന്ന് ആരും ഉറങ്ങാനാ? നമുക്ക് വിളിച്ചു നോക്കാം. അമ്മൂമ്മേ, അമ്മൂമ്മേ. അയ്യോ, വയ്യാതെ കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും വേദക്കുട്ടി? എവിടെന്തെങ്കിലും കുറച്ച് വെള്ളം എടുക്കണം. വെള്ളം തളിക്കുമ്പോ എഴുന്നേറ്റോളൂ. കുഞ്ഞിപ്പെണ്ണ ഇവിടെ നിൽക്ക്, ഞാൻ എവിടെന്തെങ്കിലും വെള്ളം എടുത്തിട്ട് വരാം. അമ്മൂമ്മ എഴുന്നേക്ക്. അമ്മൂമ്മേ. കുഞ്ഞി, ഇതാ വെള്ളം തളിക്ക്. അമ്മൂമ്മേ, വെള്ളം കുടിക്ക്. അമ്മൂമ്മ എന്താ ഇവിടെ ഇരിക്കുന്നത്? ദേശമംഗലം അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ മക്കളെ. ഇവിടെ എത്തിയപ്പോ ചെറുതായിട്ടൊന്ന് തല കറങ്ങി. അമ്മൂമ്മ എവിടെയുള്ളത്? കുറച്ച് ദൂരെയുള്ളതാ. അമ്മൂമ്മയുടെ കൂടെ ആരുമില്ലേ? എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നേ? ആളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ നേരത്തെ പോയി. മക്കള് രണ്ടുപേരും എവിടെയുള്ളതാ? വേദക്കുട്ടി ദേശമംഗലം അമ്പലത്തിലെ പൂജാരിയുടെ മകളാ. ആണോ? ഇതെന്റെ കൂട്ടുകാരിയാണ് കുഞ്ഞിപ്പെണ്ണ്. ഞങ്ങൾ വെറുതെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാ ഇവിടെ. അപ്പോഴാ അമ്മൂമ്മ ഇവിടെ കിടക്കുന്നത് കണ്ടത്. എന്നാ ശരി മക്കളെ, ഞാൻ പോട്ടെ. വലിയ ഉപകാരം കേട്ടോ. എന്റെ ദേവി, എന്റെ ദേവി. അമ്മൂമ്മയ്ക്ക് നടക്കാൻ വയ്യല്ലോ. അത് സാരമില്ല, അമ്മൂമ്മ പോയിക്കോളാം. വേണ്ട വേണ്ട, ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കാം. അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും വീണുപോയാലോ? വേണ്ടെന്നേ, നിങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ.
അച്ഛനും അമ്മയൊക്കെ തിരക്കുന്നുണ്ടാവില്ലേ? അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മുതിർന്നവരെ സഹായിക്കണം, അവർക്ക് എന്താവശ്യം വന്നാലും കൂടെ ഉണ്ടാവണമെന്ന്. ഞങ്ങൾ അമ്മൂമ്മയുടെ കൂടെ വരാം, എന്നിട്ട് ഞങ്ങൾ ഓടിപ്പോന്നോളാം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മൂമ്മേ. എന്നാലും എന്റെ മക്കളെ, അമ്മൂമ്മയെ തനിച്ചു വിടാൻ ഞങ്ങൾക്ക് തോന്നാഞ്ഞിട്ടല്ലേ? അമ്മൂമ്മ ഞങ്ങളുടെ കൈ ഇറുക്കി പിടിച്ചോ, നമുക്ക് നടന്നു പോവാം. അമ്മൂമ്മയെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനാവില്ല. എന്തിനാ കരയുന്നത്? ഒന്നുമില്ല മക്കളെ. എന്റെ മോനുണ്ട് സഹദേവൻ. നിങ്ങളുടെ പ്രായത്തിലൊക്കെ അവൻ ഇങ്ങനെയായിരുന്നു. എപ്പോഴും എന്റെ വിരൽത്തുമ്പിലുണ്ടാവും. നിങ്ങളെ കണ്ടപ്പോ അമ്മൂമ്മയ്ക്ക് അതൊക്കെ ഓർമ്മ വന്നത്. എന്നിട്ടാ മോൻ എവിടെ? അവനുണ്ട്. അവൻ സുഖമായിട്ട് ജീവിക്കുന്നു. നല്ലവന്. നമ്മള് ചെല്ലുമ്പോ അവിടെ ഉണ്ടാവും. വാ അമ്മൂമ്മേ, നടക്കാം. അമ്മേ ദേവി. ഇനി മതി ചേച്ചി, ഇത് ധാരാളമാണ്. കൊണ്ടുചെന്നിട്ടിത് നന്നായിട്ട് കഴുകണേ. കാട്ടുമരുന്നുകൾ പറിച്ചെടുത്താൽ അത് നന്നായി കഴുകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ചേച്ചി ഇപ്പൊ പറഞ്ഞത് അങ്ങനെയല്ല. ചേച്ചി തൊട്ടത് കൊണ്ട് കഴുകണം എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിത് കഴുകാനേ ഉദ്ദേശിക്കുന്നില്ല. അതെ, ഒരു കാര്യം പറയാം. ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾ താഴ്ന്നവരെന്ന് വിളിക്കട്ടെ, ആക്ഷേപിക്കട്ടെ. പക്ഷെ താഴ്ന്നവർ അല്ല എന്ന് ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളും ദൈവത്തിന്റെ മക്കളാണ്, ഈ നാടിന്റെ മക്കളാണ്. മറ്റുള്ളവരെ പോലെ അവകാശങ്ങൾ നിങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ അറിവില്ലാത്തവരല്ലേ? ആരാ പറഞ്ഞത്? എന്താ ഈ അറിവെന്ന് വെച്ചാൽ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിക്കുന്നതാണോ? ഇപ്പൊ നോക്കൂ, ഞാനൊരു മരുന്ന് അന്വേഷിച്ചിറങ്ങി. എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ ചില കാട്ടുചെടികൾ പറിച്ചെടുത്തു. ചേച്ചിക്കതിൽ നല്ല അറിവുണ്ട്. അത് കൃത്യമായി പറിച്ചെടുത്ത് എന്റെ കയ്യിൽ തന്നില്ലേ? അപ്പോൾ എനിക്കില്ലാത്ത അറിവ് ചേച്ചിക്കില്ലേ? ഇത് കാട്ടുചെടിയല്ലേ? അറിവ് ഏതായാലും സമമാണ്. എന്റെ അച്ഛൻ ഗുരുവാണ്. കുട്ടികൾക്ക് പാഠം ചൊല്ലിക്കൊടുക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷേ അച്ഛന് കൃഷി ചെയ്യാൻ അറിയോ? അതിനെ പരിപാലിക്കാൻ അറിയോ? വിതയ്ക്കാറുണ്ടോ, കൊയ്യാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതറിയുന്നവർ വലിയവരല്ലേ? നമ്മളൊരു യാത്ര പോകുമ്പോൾ തോണിയിൽ കയറാറില്ലേ? നമുക്ക് തോണി തുഴയാൻ അറിയോ? പക്ഷെ ആ തോണിക്കാരൻ എത്ര ഭംഗിയായി നമ്മളെ അക്കരെ എത്തിക്കുന്നു. അപ്പോൾ അയാൾക്കും അറിവില്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ആ മനസ്സിലാകായ്മയാണ് കാര്യം. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. വേദക്കുട്ടി അവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലോ. അവള് നല്ല കുട്ടിയാ. ആളുകൾ തമ്മിലുള്ള വ്യത്യാസമൊന്നും ആ കുഞ്ഞിന്റെ മനസ്സിലില്ല. പതുക്കെ പതുക്കെ വേദക്കുട്ടി കുഞ്ഞിയെ എല്ലാം പഠിപ്പിക്കും. കേട്ട് കേട്ട് ചേച്ചിക്കും അത് ശീലമാകും. എനിക്കെന്ത് സന്തോഷമെന്നറിയോ കണ്ടപ്പോ? നല്ല ചേലുണ്ട് കേട്ടോ കാണാൻ. ആണോ? പിന്നെ എന്തു ഭംഗിയാ ചിരിക്കുന്നതൊക്കെ കാണാൻ. ചേച്ചിയെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ മുളങ്കുറ്റിൽ എന്താ? വെള്ളം. പണിക്ക് പോകുമ്പോ കുടിക്കാൻ. എങ്കിൽ നന്നായി, അല്പം ഞാനും കുടിക്കാം. അയ്യോ, ഇതിന്നോ? വെള്ളത്തിന് അയിത്തമുണ്ടോ? കുറച്ചപ്പുറത്തൊരു പുഴയില്ലേ? അതിൽ എത്രയോ പേര് നടന്നു പോകുന്നുണ്ട്, കാല് നനയ്ക്കുന്നുണ്ട്. ആ പുഴയിൽ നിന്ന് തന്നെയല്ലേ ആളുകൾ പൂജയ്ക്കുള്ള വെള്ളം എടുക്കുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും. പിന്നെ എന്ത് അയിത്തമെന്നാണ് പറയുന്നത്? കുറച്ച് വെള്ളം ഇങ്ങോട്ട് തരൂ, ഞാൻ എന്തായാലും കുടിക്കാൻ പോവാണ്. നോക്കൂ, വെള്ളം കുടിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാൻ ബോധം കെട്ട് വീണോ? മുളങ്കുറ്റിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കുന്നത് ആദ്യമായിട്ടാണ്. സ്വാദുണ്ട്. എങ്കിൽ ഞാൻ നടക്കട്ടെ. ആ പിന്നെ കുഞ്ഞിപ്പെണ്ണെ അന്വേഷിച്ചെന്ന് പറഞ്ഞോളൂ, എനിക്ക് കാണാൻ കൊതിയുണ്ട്. ഞാൻ പറയാം.
എങ്കിൽ ശരി, നമുക്ക് ഇനിയും കാണാം, ഒരുപാട് സംസാരിക്കുകയും ചെയ്യാം. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്ത് നല്ല കുട്ടിയാ. ഇതാണ് അമ്മൂമ്മയുടെ വീട്. വലിയ വീടാണല്ലോ അമ്മൂമ്മയുടേത്. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നല്ലോ അമ്മൂമ്മേ. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അവര് പുറത്തെന്തെങ്കിലും കാര്യത്തിന് പോയപ്പോ പൂട്ടിയതായിരിക്കും. അമ്മൂമ്മേ ഇതാ തുറന്നിട്ടുണ്ട്. എന്നാ എന്റെ കുഞ്ഞുങ്ങൾ പോയിക്കോ, നേരം ഒരുപാടായില്ലേ. അത് സാരമില്ല, അമ്മൂമ്മയുടെ മക്കൾ വരട്ടെ, അതുവരെ ഞങ്ങൾ അമ്മൂമ്മയുടെ കൂടെ ഇരിക്കാം. അവര് വന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ അമ്മൂമ്മേ. അമ്മൂമ്മ വാ. എന്റെ ദേവി. അമ്മൂമ്മയ്ക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് കിടക്കണം. അമ്മൂമ്മ വല്ലതും കഴിച്ചോ? ഇല്ല മക്കളെ, ക്ഷേത്രത്തിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരാമെന്നല്ലേ കരുതിയത്. അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. അമ്മൂമ്മ ഒന്ന് കിടക്കട്ടെ. എന്റെ ദേവി. പാവം അമ്മൂമ്മ, വല്ലാത്ത ക്ഷീണമുണ്ട്. അമ്മമ്മയ്ക്ക് വിശക്കുന്നല്ലേ പറഞ്ഞത്? നമുക്കിവിടെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടോന്ന് നോക്കിയാലോ കുഞ്ഞിപ്പെണ്ണെ? നോക്കാം, വാ. അടുക്കളയിൽ ഒന്നുമില്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മൂമ്മയുടെ മക്കൾ ഇനിയിപ്പോ വരില്ലേ? അവര് വരാൻ വൈകിയാലോ?